പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാന പഠന വിഷയമാക്കുന്നത് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായം. 7-ാം അധ്യായത്തിൽ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. ഒന്നാമതായിട്ട് 7:1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ പ്രലോഭനമാണ്. സമാന്തര സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ യേശുവിന് ഉണ്ടായ പ്രലോഭനങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 7:1 മുതലുള്ള വാക്യങ്ങളിൽ യേശുവിന് പ്രലോഭനമുണ്ടായത് തൻ്റെ സഹോദരങ്ങളിൽ നിന്ന് തന്നെയാണ്. സമാന്തര സുവിശേഷങ്ങളിൽ പിശാചാണ് യേശുവിനെ പ്രലോഭിപ്പിക്കുന്നതായിട്ട് കാണുന്നത്. എന്നാൽ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ അനുദിന ജീവിതത്തിലെ വിവിധ സാഹചര്യങ്ങളിൽ യേശു നേരിടുന്ന പ്രലോഭനങ്ങളായിട്ടാണ് പ്രലോഭനങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സമാന്തര സുവിശേഷങ്ങൾ അനുസരിച്ച് യേശുവിൻ്റെ ഒന്നാമത്തെ പ്രലോഭനം കല്ല് അപ്പം ആക്കി ഭക്ഷിക്കുവാനായിരുന്നു. എന്നാൽ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ ഈ പ്രലോഭനത്തിന്റെ സ്ഥാനത്ത് പല പ്രാവശ്യം കാണുന്നത് യേശുവിനോട് അടയാളം കാണിക്കാൻ ആവശ്യപ്പെടുന്ന യഹൂദരെയാണ്. ഉദാഹരണമായിട്ട് 2:18 ദേവാലയ ശുദ്ധീകരണത്തിന്റെ സമയത്ത് യേശുവിനോട് അടയാളം ആവശ്യപ്പെട്ടു. അതുപോലെ 6:30 യേശുവിനോട് അടയാളം ആവശ്യപ്പെട്ടു. പക്ഷേ യേശു അടയാളം പ്രവർത്തിച്ച് തൻ്റെ ശക്തി പ്രകടമാക്കുകയല്ലായിരുന്നു. പിന്നെയോ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വന്ന തൻ്റെ ദൗത്യത്തെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ യേശു എപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യമാണിത്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനാണ് പുത്രൻ വന്നതെന്ന്. അതുപോലെ തന്നെ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവാൻ യേശു തൻ്റെ ശിഷ്യരെയും ജനത്തെയും ഉദ്ബോധിപ്പിച്ചു. അപ്പോൾ സമാന്തര സുവിശേഷങ്ങളിൽ കല്ലപ്പമാക്കാൻ പറയുമ്പോൾ തൻ്റെ രക്ഷാകര ദൗത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് സ്വന്തം വിശപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിരുന്നു യേശുവിൻ്റെ പ്രലോഭനം. സമാന്തര സുവിശേഷം അനുസരിച്ച് യേശുവിൻ്റെ രണ്ടാമത്തെ പ്രലോഭനം ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാനായിരുന്നു. താഴേക്ക് ചാടിയിട്ട് തന്റെ ശക്തി പ്രകടമാക്കണം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഇതുപോലൊരു പ്രലോഭനമാണ് സ്വന്തം സഹോദരങ്ങളിൽ നിന്നുണ്ടാകുന്നത്. 2-ാം വാക്യം മുതൽ അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കണം. യഹൂദരുടെ കൂടാര തിരുനാൾ സമീപിച്ചിരുന്നു. അവൻ്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു, നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂദയായിലേക്ക് പോവുക. പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവർ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല. നീ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ നിന്നെ ലോകത്തിന് വെളിപ്പെടുത്തുക. ഇതായിരുന്നു സ്വന്തം സഹോദരങ്ങളിൽ നിന്നുണ്ടായ പ്രലോഭനം. സമാന്തര സുവിശേഷങ്ങളിൽ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ശക്തി പ്രകടമാക്കാൻ ദൈവദൂതന്മാർ തൻ്റെ പാദങ്ങൾ കല്ലിൽ തട്ടാതെ സംരക്ഷിക്കുന്നത് അങ്ങനെ അത്ഭുത പുരുഷനാണെന്ന് വെളിപ്പെടുത്താൻ പിശാച് ആവശ്യപ്പെടുമ്പോൾ ഇവിടെ സ്വന്തം സഹോദരങ്ങളാണ് ആവശ്യപ്പെടുന്നത്. നിന്നെ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തുക. അപ്പോൾ അവൻ്റെ സഹോദരന്മാർ പോലും യേശുവിൽ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, യേശുവിനെ വെല്ലുവിളിക്കുകയാണ്. ഈ വെല്ലുവിളിക്ക് യേശു നൽകിയ മറുപടി 7:6 വാക്യം. യേശു പറഞ്ഞു, എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല, നിങ്ങൾക്കാകട്ടെ എപ്പോഴും അനുകൂലമായ സമയമാണല്ലോ. ഇവിടെ ആദ്യം പറഞ്ഞേക്കുന്ന എൻ്റെ സമയം എന്നുള്ളതിന് ദൈവിക സമയത്തെ സൂചിപ്പിക്കുന്ന കെയ്റോസ് എന്ന പദമാണ് ഉപയോഗിച്ചേക്കുന്നത്. യേശു എൻ്റെ സമയം ഇനിയുമായിട്ടില്ലെന്ന് പറയുമ്പോൾ ദൈവിക സമയത്തെ സൂചിപ്പിക്കുന്ന കെയ്റോസ് എന്ന പദം. നിങ്ങൾക്കാകട്ടെ എപ്പോഴും അനുകൂലമായ സമയം, അവിടെ ക്രോണോസ്, മനുഷ്യ ചരിത്രത്തിലെ സമയം. അപ്പോൾ യേശു തൻ്റെ സമയം ഇനിയും ആയിട്ടില്ലെന്ന് പറഞ്ഞ് പിൻവാങ്ങുകയായിരുന്നു. യേശു തുടർന്ന് പറഞ്ഞു 8-ാം വാക്യം, നിങ്ങൾ തിരുനാളിന് പൊയ്ക്കൊള്ളുവിൻ, ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല, എന്തെന്നാൽ എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല. പക്ഷേ യേശു ആരും അറിയാതെ രഹസ്യത്തിൽ ദേവാലയത്തിൽ പോയി. 10 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, അവൻ്റെ സഹോദരന്മാർ തിരുനാളിന് പോയതിനു ശേഷം അവനും പോയി, പരസ്യമായിട്ടല്ല രഹസ്യമായി. അവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് തിരുനാളിൽ യഹൂദർ അവനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. ആളുകൾ അവനെപ്പറ്റി പരസ്യമായി പലതും പറഞ്ഞു. ചിലർ പറഞ്ഞു അവൻ നല്ലൊരു മനുഷ്യനാണ്, വേറെ ചിലർ പറഞ്ഞു അവൻ വഴിതെറ്റിക്കുകയാണ് ജനങ്ങളെ. ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ.
യേശുവിൻ്റെ 2 പ്രലോഭനങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞു. ഒന്ന്, അടയാളം കാണിച്ച് ശക്തി പ്രകടമാക്കാൻ. 2, പരസ്യമായി എല്ലാം പ്രവർത്തിച്ചുകൊണ്ട് ശക്തിയൊക്കെ വെളിപ്പെടുത്താൻ. ഒന്നാമത്തേതിന് യേശു പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വന്ന പുത്രനാണെന്നും തന്നെ അയച്ചവൻ്റെ വേല പൂർത്തിയാക്കുകയാണ് അവൻ്റെ ഭക്ഷണമെന്നും മനുഷ്യൻ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി നിത്യജീവൻ്റെ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ പ്രലോഭനത്തിൽ എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞ് ഇവിടെ യേശു ഒഴിഞ്ഞു മാറുകയാണ്. യേശുവിൻ്റെ മൂന്നാമത്തെ പ്രലോഭനം സമാന്തര സുവിശേഷങ്ങളിൽ സാത്താൻ ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടു നിർത്തിയിട്ട് എല്ലാം കാണിച്ചു കൊടുത്തിട്ട് ഈ അധികാരവും സമ്പത്തും സ്ഥാനമാനവും എല്ലാം കൊടുക്കാം, അവനെ കുമ്പിട്ട് ആരാധിക്കാൻ പറഞ്ഞു. എന്നാൽ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് അടയാളങ്ങൾ കാണിച്ചവൻ്റെ പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞപ്പോൾ ജനം അവനെ പിടിച്ച് രാജാവാക്കാൻ പരിശ്രമിച്ചു. യേശുവാകട്ടെ രഹസ്യത്തിൽ മലമുകളിലേക്ക് തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പിൻവാങ്ങി. മലമുകളിൽ പിതാവിനോടൊത്ത് പ്രാർത്ഥിക്കുവാനായി, രാജാവായി അധികാരവും സ്ഥാനമാനവും കൈയടക്കാനല്ല. സമാന്തര സുവിശേഷങ്ങളിൽ നിന്ന് ഇത്ര വ്യത്യസ്തമായിട്ടാണ് യോഹന്നാൻ ശ്ലീഹ യേശുവിൻ്റെ പ്രലോഭനങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ താബോർ അനുഭവം യോഹന്നാൻ ശ്ലീഹ പറയുന്നില്ല. ഇവിടെ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ജ്ഞാനസ്നാനം കഴിഞ്ഞ ഉടനെ മറ്റു സുവിശേഷങ്ങളിൽ പ്രലോഭനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതുപോലെ ഇവിടെ പറഞ്ഞിട്ടില്ല. പകരം ഞാൻ പറഞ്ഞതുപോലെ അനുദിന ജീവിതത്തിലെ ജീവിത സാഹചര്യങ്ങളിലാണ് അത് പ്രകടമാക്കുന്നത്. ഇതുപോലെ യേശുവിൻ്റെ മഹത്വം സുവിശേഷത്തിൻ്റെ ആരംഭം മുതൽ വെളിപ്പെടുന്നുണ്ട്. 1-ാം അധ്യായം മുതൽ നമ്മൾ കണ്ടതാണ്. സമാന്തര സുവിശേഷങ്ങളിൽ താബോർ അനുഭവത്തിലാണ്. യോഹന്നാൻ ശ്ലീഹായെ കർത്താവ് മലമുകളിലേക്ക് കൊണ്ടുപോയതാണ്. പക്ഷേ യോഹന്നാൻ ശ്ലീഹ ആ താബോർ അനുഭവത്തെ കുറിച്ച് മിണ്ടിയിട്ടില്ല. പകരം യോഹന്നാൻ ശ്ലീഹ കാണുന്നത് ഒരു പ്രത്യേക നിമിഷം യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുകയായിരുന്നില്ല. പിന്നെയോ അനുദിന ജീവിതത്തിലെ തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ, തൻ്റെ പ്രവർത്തന വേദികളിൽ, തൻ്റെ ജീവിത ശൈലികളിലൂടെ ഒക്കെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയായിരുന്നു. അപ്പം നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും ഇതുപോലെ അനുദിന ജീവിതത്തിലെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പ്രലോഭനങ്ങൾ എപ്പോഴും നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. പക്ഷേ ജാഗ്രതയുള്ളവരായിരിക്കുക. ദൈവമഹത്വം തേടുന്നവർക്ക് ഈ പ്രലോഭനത്തിലൊന്നും അവർ വീഴത്തില്ല. അതുപോലെ കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവർക്ക് അനുദിന ജീവിതത്തിൽ കർത്താവുമായുള്ള ആത്മബന്ധത്തിൽ അവൻ്റെ മഹത്വം ദർശിക്കാം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ ഗെത്സമേനിലെ ആഗനി പ്രത്യേകം പറഞ്ഞിട്ടില്ല. നമുക്കും അതുപോലെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക നിമിഷത്തിൽ വരുന്നതല്ല സഹനത്തിൻ്റെ നിമിഷം. അനുദിന ജീവിതത്തിൽ സഹനങ്ങൾ, പ്രലോഭനങ്ങൾ, ദൈവമഹത്വ ദർശനം, മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതം, ഇതൊക്കെ ഇടകലർന്നതാണ് അനുദിന ജീവിതമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകാം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 5 കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്താവിഷയമാക്കുമെന്ന് പറഞ്ഞു. അതിൽ രണ്ടാമത്തേത് 7:14 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ യേശുവിൻ്റെ പ്രബോധനങ്ങളുടെയും അവൻ്റെ വ്യക്തിത്വത്തിൻ്റെയും ആധികാരികതയെ എടുത്തുകാട്ടുകയാണ്. 14-ാം വാക്യം മുതൽ. തിരുനാൾ പകുതിയാകാറായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി. ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവൻ ഈ അറിവ് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് യഹൂദർ വിസ്മയിച്ചു. യേശു ദേവാലയത്തിൽ ചെന്ന് പരസ്യമായി പഠിപ്പിച്ചു തുടങ്ങി. സാധാരണ പണ്ഡിതരാണ് പഠിപ്പിക്കുന്നത്. യേശുവിനെ സംബന്ധിച്ച് പഠിച്ചു പാണ്ഡിത്യം നേടിയിട്ടില്ല, അവനൊരു സാധാരണക്കാരനാണ്. അതാണ് ഈ യഹൂദരും ജനവും വിസ്മയിക്കുന്നത്. ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്ര വലിയ അറിവ് എവിടെ നിന്ന്? യേശു ഇത് കേട്ടിട്ട് പറഞ്ഞു, 16-ാം വാക്യം, എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. യേശുവിനെ അയച്ച പിതാവിൻ്റെ പ്രബോധനങ്ങൾ മാത്രമേ യേശുവിന് പറയാനുള്ളൂ. പിതാവ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പുത്രനും പഠിപ്പിക്കുന്നത്. യേശുവിന് സ്വന്തമായി ഒന്നും പറയാനില്ല. അപ്പോൾ പിതാവിൽ നിന്ന് വന്ന പുത്രൻ തമ്പുരാന് തൻ്റെ ജീവിതത്തിലൂടെ വ്യക്തമായി പിതാവിന് നൽകാനുള്ള പ്രബോധനങ്ങൾ തന്നെയാണ് പുത്രൻ തമ്പുരാനും നൽകാനുള്ളത്. 17-ാം വാക്യത്തിൽ യേശു ആവർത്തിക്കുന്നു, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വന്തമായി പറയുകയാണോ എന്ന് തിരിച്ചറിയും. ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറ്റാൻ ഇഷ്ടപ്പെടുന്നവർ, ആഗ്രഹിക്കുന്നവർ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തിരിച്ചറിയുമെന്ന്.
എൻ്റെ പ്രബോധനങ്ങളും തിരിച്ചറിയും. ഞാൻ സ്വമേധയാ എന്തെങ്കിലും പഠിപ്പിക്കുകയാണോ അതോ എൻ്റെ പിതാവിൽ നിന്ന് കേൾക്കുകയും കാണുകയും ചെയ്തതനുസരിച്ച് ഞാൻ പഠിപ്പിക്കുകയാണോ എന്ന് തിരിച്ചറിയും. മാത്രമല്ല 18-ാം വാക്യത്തിൽ യേശു പറയുന്നു, സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു, എന്നാൽ തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ്. സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം തേടും, തന്നെ അയച്ചവൻ്റെ മഹത്വം തേടുന്നവൻ സത്യവാനാണ്. അപ്പം യേശുവിൻ്റെ വ്യക്തിത്വത്തിനും പ്രബോധനത്തിനും ആധികാരികമായിട്ട് നിലകൊള്ളുന്ന 2 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഒന്ന്, പിതാവിൻ്റെ പ്രബോധനങ്ങളാണ് പുത്രൻ പറയുന്നത്. 2, പിതാവിനെ മഹത്വപ്പെടുത്തുകയാണ് പുത്രൻ ലക്ഷ്യം വെക്കുന്നത്. പിതാവിനെ മഹത്വപ്പെടുത്തുന്നവർ തീർച്ചയായിട്ടും പിതാവ് പഠിപ്പിക്കുന്നത് എന്തെന്നറിയും, അതുമാത്രം പഠിപ്പിക്കും. അയച്ചവൻ്റെ മഹത്വം തേടുന്നവൻ തീർച്ചയായും സത്യം മാത്രമേ പഠിപ്പിക്കൂ, അവൻ സത്യവാനാണ്. തുടർന്ന് യേശു പറയുകയാണ് 19-ാം വാക്യം, മോശ നിങ്ങൾക്ക് നിയമം നൽകിയല്ലോ, എന്നിട്ടും നിങ്ങളാരും നിയമം പാലിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നത്? ഉടനെ കേട്ടുനിന്ന പലരും പറഞ്ഞു, നിനക്ക് പിശാചുണ്ട്, ആരാണ് നിന്നെ കൊല്ലാൻ ആലോചിക്കുന്നത്? യേശു പ്രതിവചിച്ചു, ഞാനൊരു പ്രവൃത്തി ചെയ്തു, അതിൽ നിങ്ങളെല്ലാവരും ആശ്ചര്യപ്പെടുന്നു. മോശ നിങ്ങൾക്ക് പരിച്ഛേദന നിയമം നൽകിയിരിക്കുന്നു. വാസ്തവത്തിൽ അത് മോശയിൽ നിന്നല്ല, പിതാക്കന്മാരിൽ നിന്നാണ്. അതനുസരിച്ച് സാപത്തിൽ ഒരുവന് നിങ്ങൾ പരിച്ഛേദനം നടത്തുന്നു. ഞാനൊരു പ്രവൃത്തി ചെയ്തു, സാപത്തിൽ രോഗസൗഖ്യം നൽകി. അതാണ് പ്രശ്നം. യേശു സാപത്തിൽ രോഗസൗഖ്യം നൽകിയതിനെക്കുറിച്ച്, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ സംഭവം നമ്മൾ കണ്ടു 5-ാം അധ്യായത്തിൽ. അപ്പൊ യേശു വീണ്ടും സാപത്തിൽ രോഗശാന്തി നൽകി. ഈ സാപത്തിൽ രോഗശാന്തി നൽകിയതിനെ കുറിച്ചാണ് യേശു ഇവിടെ സംസാരിക്കുന്നത്. അതാണ് യഹൂദർക്ക് ഇടർച്ചയ്ക്ക് കാരണമായത്. പക്ഷേ നിങ്ങളുടെ മോശയുടെ നിയമം അനുസരിച്ച് നിങ്ങൾ സാപത്ത് ദിവസം പരിച്ഛേദനം നൽകുന്നു. ഒരുവൻ സാപത്ത് ദിവസം പരിച്ഛേദനം സ്വീകരിക്കുന്നുവെങ്കിൽ, സാപത്ത് ദിവസം ഒരു മനുഷ്യനെ ഞാൻ പൂർണ്ണമായി സുഖമാക്കിയതിന് നിങ്ങൾ എന്നോട് കോപിക്കുന്നുവോ? നിയമം ലംഘിക്കാതെ മോശയുടെ നിയമം അനുസരിച്ച് സാപത്ത് ദിവസം പരിച്ഛേദനം സ്വീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് സാപത്ത് ദിവസം എനിക്കൊരു മനുഷ്യനെ പൂർണ്ണമായ സൗഖ്യം നൽകിക്കൂടാ? വളരെ വ്യക്തമല്ലേ യേശുവിൻ്റെ ചോദ്യം? പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിയായി വിധിക്കുവാൻ. യേശുവിൻ്റെ ഈ വാക്കുകൾ കേട്ടുകഴിഞ്ഞപ്പോൾ 25 മുതലുള്ള വാക്യങ്ങളിൽ ജെറുസലേം നിവാസികളിൽ ചിലർ പറഞ്ഞു, ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത്? എന്നാൽ ഇതാ ഇവൻ പരസ്യമായി സംസാരിക്കും, എന്നിട്ടും അവർ ഇവനോടൊന്നും പറയുന്നില്ല. ഇവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ഒരു പക്ഷേ അധികാരികൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ? 7-ാം വാക്യം, ഇവൻ എവിടെ നിന്ന് വരുന്നുവെന്ന് നമുക്കറിയാം, എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ. ദേവാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും നിങ്ങൾക്കറിയാം. ഞാൻ സ്വമേധയാ വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാണ്, അവിടത്തെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്നെ അയച്ച പിതാവിനെ നിങ്ങൾ അറിയുന്നില്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം. അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു, എന്നാൽ ആർക്കും അവനെ ബന്ധിക്കാൻ കഴിഞ്ഞില്ല. ഇനി ഇവരുടെ പ്രശ്നം എന്താണ്? 31-ാം വാക്യം, ജനക്കൂട്ടത്തിൽ വളരെ പേർ അവനിൽ വിശ്വസിച്ചു. അവർ ചോദിച്ചു, ക്രിസ്തു വരുമ്പോൾ ഇവൻ പ്രവർത്തിച്ചതിലേറെ അടയാളങ്ങൾ പ്രവർത്തിക്കുമോ? അപ്പോൾ കുറേ പേര് ഇവൻ ക്രിസ്തുവാണെന്ന് വിശ്വസിച്ചു. വേറെ ചിലർ ഇനി ക്രിസ്തു വരുമ്പോൾ ഇവൻ പ്രവർത്തിച്ചതിനേക്കാൾ അടയാളം പ്രവർത്തിക്കുമോ എന്നും. പക്ഷേ ക്രിസ്തു വരുമ്പോൾ അവൻ എവിടെ നിന്ന് വരുമെന്ന് അറിയത്തില്ലെന്നാണ്. ഇവിടെ ഇവൻ എവിടെ നിന്ന് വരുന്നെന്ന് നമുക്കറിയാമല്ലോ. യേശുവിൻ്റെ മാനുഷിക ജന്മത്തെക്കുറിച്ച് ആ തച്ചൻ്റെ മകൻ, അവൻ്റെ സഹോദരങ്ങളെ നമുക്കറിയാം. നമ്മൾ 3-ാമത്തെ കാര്യത്തിലേക്ക് പോകുന്നു. യേശു തൻ്റെ വേർപാടിനെ കുറിച്ച് പറയുന്നു. 32 മുതലുള്ള വാക്യങ്ങൾ, 32 മുതൽ 36 വരെ. ജനക്കൂട്ടം അവനെക്കുറിച്ച് പിറുപിറുക്കുന്നത് ഫരിസയർ കേട്ടു. പുരോഹിത പ്രമുഖന്മാരും ഫരിസയരും അവനെ ബന്ധിക്കുവാൻ സേവകരെ അയച്ചു. യേശു പറഞ്ഞു, അല്പസമയം കൂടി ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട്, അതിനുശേഷം ഞാൻ എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ യേശുവിൻ്റെ വേർപാടിനെ കുറിച്ചാണ് യേശു പറഞ്ഞത്. തുടർന്ന് യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പക്ഷേ കണ്ടെത്തുകയില്ല. ഓസിയ പ്രവാചകൻ്റെ പുസ്തകം 5:6 ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്.
അവനെ അന്വേഷിക്കും, പക്ഷേ കണ്ടെത്തുകയില്ലെന്ന്. യേശു പറഞ്ഞതും അതുതന്നെയാണ്. ഞാൻ ആയിരിക്കുന്നിടത്ത് വരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. തൻ്റെ വേർപാടിനെക്കുറിച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരികെ പോകുന്നതിൻ്റെയാണ്. തൻ്റെ മരണോത്ഥാനത്തെക്കുറിച്ചാണ് യേശു പറയുന്നത്. 35 മുതലുള്ള വാക്യങ്ങൾ. യഹൂദർ പരസ്പരം പറഞ്ഞു, നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം എവിടേക്കാണ് അവൻ പോകുന്നത്? ഗ്രീക്കുകാരുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്നവരുടെ അടുത്തുപോയി ഗ്രീക്കുകാരെ പഠിപ്പിക്കാനായിരിക്കുമോ? നമ്മൾ 4ാമത്തെ പോയിന്റിലേക്ക് പോകുന്നു. ജീവജലദാതാവായ യേശു. ജീവജലത്തിൻ്റെ ദാതാവായ യേശുവിനെ കുറിച്ച് 7:37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ശുദ്ധലിഖിതം പ്രസ്താപിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്ന് വിശുദ്ധ ലിഖിതങ്ങളിൽ എവിടെ പറഞ്ഞിട്ടുണ്ട്? യെശയ്യാ 55:1 പറഞ്ഞിട്ടുണ്ട്, ദാഹാർത്തരെ ജലാശയത്തിങ്കലേക്ക് വരുവിൻ, നിർധനർ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി നൽകപ്പെടുന്നു എന്ന്. യഥാർത്ഥത്തിൽ യേശുവിൽ നിന്ന് ഭക്ഷിക്കാനും പാനം ചെയ്യാനുമുള്ള ആഹ്വാനമാണ്. അത് സഭയുടെ കൂദാശകളിലൂടെ നമ്മളിലേക്ക് ഒഴുക്കിത്തരുന്ന ഈ വീഞ്ഞും പാലും എന്ന് പറയുന്നത് ജീവജലത്തിന്റെ ഉറവയെക്കുറിച്ച് തന്നെയാണ്. എന്നാൽ അതിൽ നിന്നും വ്യക്തമായി യെശയ്യാ 44-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും, നിന്റെ മക്കളുടെ മേൽ അനുഗ്രഹങ്ങൾ ഒഴുക്കും. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. യേശു ഇത് പറഞ്ഞത് യേശുവിലൂടെ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. യേശു സമരിയാക്കാരിയോട് സംസാരിക്കുമ്പോൾ ഇത് പറഞ്ഞിരുന്നു, ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. യോഹന്നാൻ 4:14. ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും, ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. ഇതെല്ലാം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് യേശുവിൽ നിന്ന് ഒഴുക്കിത്തരുന്ന പരിശുദ്ധാത്മാവ്, നമ്മളിൽ നിന്ന് വിശ്വസിക്കുന്നവരിൽ നിന്ന് ഒഴുകുന്ന പരിശുദ്ധാത്മാവും. ചുരുക്കി പറഞ്ഞാൽ, യേശുവിൽ വിശ്വസിക്കുകയും അവനിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവരുടെ എല്ലാ ദാഹങ്ങളും ശമിപ്പിക്കപ്പെടും. മനുഷ്യന്റെ ദാഹാർത്തി മുഴുവനും ശമിക്കുന്നത് യേശുവിലൂടെ മാത്രം. യേശുവിലൂടെ നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവ് മുഖേന ഈ ജീവജലത്തിന്റെ ദാതാവായ യേശുവിലേക്ക് തിരിഞ്ഞ് നമ്മുടെ ദാഹവും വിശപ്പും എല്ലാം ശമിപ്പിക്കുവാൻ, മനുഷ്യൻ്റെ അന്തരാത്മാവിൻ്റെ അന്തർദാഹം മുഴുവൻ ശമിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് യേശു. അവനിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യാൻ, അതുവഴി നമുക്ക് നമ്മുടെ ദാഹം അകറ്റാൻ, യഥാർത്ഥത്തിൽ സഭയിൽ കൂദാശകളിലൂടെയാണ്, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിലൂടെയാണ് ഈ ജീവജലത്തിൻ്റെ ഉറവ നമുക്ക് ലഭിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. അവനിൽ വിശ്വസിക്കുന്നവർ, അവനിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവർ ജീവൻ്റെ സമൃദ്ധിയിൽ പങ്കുകാരാകും. അവർ നിത്യജീവനിലേക്ക് വളരും. അവർക്കൊരിക്കലും വിശക്കുകയും ദാഹിക്കുകയുമില്ല. അവർക്ക് ശിക്ഷാവിധിയില്ല. അവർ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് യേശുവിലൂടെ നൽകപ്പെടുന്ന ജീവനിൽ വളരും. ഇതാണ് 4ാമത്തെ കാര്യം. അവസാനമായി 5ാമതായിട്ട്, ഈ യേശുവിൻ്റെ വാക്കുകളും അവൻ്റെ ദിവ്യ പ്രബോധനങ്ങളും ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങളെക്കുറിച്ചാണ് 7-ാം അധ്യായം 40 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അധികാരികൾ വിശ്വസിച്ചില്ല. സാധാരണ ജനങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്. യേശുവിനെ സ്വീകരിക്കാൻ എപ്പോഴും സാധാരണ ജനങ്ങളാണ് തയ്യാറായിരുന്നത്. എന്നാൽ നിയമജ്ഞരും ഫരിസേയരും അധികാരികളും ഒന്നും അവനിൽ വിശ്വസിച്ചില്ല. അവർ അവിശ്വസിക്കാൻ കാരണം 42-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തു ദാവീദിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവീദിൻ്റെ ഗ്രാമമായ ബെത്ലഹേമിൽ നിന്ന് വരുമെന്നുമല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത്? പക്ഷേ ഇവൻ ഗലീലിയനല്ലേ എന്നാണ്.
പക്ഷേ യഥാർത്ഥത്തിൽ യേശു ഗലീലയിൽ നിന്ന് വന്നവനല്ല. അവൻ ഗലീലയിൽ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു, ശരിയാണ്. അവൻ ബെത്ലഹേമിൽ, ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്ന് ബെത്ലഹേമിൽ ജനിച്ചവൻ തന്നെയാണ്. യോഹന്നാൻ ശ്ലീഹ യേശുവിൻ്റെ ശാരീരിക ജന്മത്തെക്കുറിച്ചുള്ള വിശദീകരണം നൽകുന്നില്ല. 45-ാം വാക്യം, ഇവർ സേവകരെ വിട്ടല്ലോ തിരുനാളിന് പോയി യേശുവിനെ പിടിച്ചു കൊണ്ടുവരുവാൻ. പക്ഷെ അവർ പിടിച്ചു കൊണ്ടുവരാതെ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത്? അവർ മറുപടി പറഞ്ഞു, അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഫരിസേയർ അവരോട് ചോദിച്ചു, നിങ്ങളും വഞ്ചിതരായോ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 50-ാം വാക്യം, മുമ്പൊരിക്കൽ യേശുവിൻ്റെ അടുക്കൽ പോയവനും അവരിൽ ഒരുവനുമായ നിക്കോദേമോസ് അപ്പോൾ അവരോട് ചോദിച്ചു, ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവരെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? നോക്കുക, അധികാരികളെപ്പോലും നിക്കോദേമോസ് അവൻ പഠിപ്പിക്കുന്നവനാണ്, അവന് ചോദിക്കാം. അവൻ ചോദിച്ചു. അപ്പം ഇതിൻ്റെ അർത്ഥം നിക്കോദേമോസ് യേശുവിൻ്റെ രഹസ്യ ശിഷ്യനാണെന്ന് വ്യക്തമാണ്, അല്ലേ? എന്നാലും പരസ്യമായി സാക്ഷ്യം നൽകാൻ അവന് ധൈര്യമില്ല. അവർ മറുപടി പറഞ്ഞു, നീയും ഗലീലിയനാണോ? നീയും അവൻ്റെ കൂടെ പോയവനാണോ? പരിശോധിച്ചു നോക്കൂ, ഒരു പ്രവാചകനും ഗലീലയിൽ നിന്ന് വരുന്നില്ല എന്ന് അപ്പോൾ മനസ്സിലാകും. പിന്നെ ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോയി. നമ്മൾ 5 കാര്യങ്ങളാണ് ഈ മനസ്സിലാക്കിയത്. സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് പോലും യേശുവിനുണ്ടായ പ്രലോഭനം, അവർ പോലും യേശുവിനെ വിശ്വസിച്ചില്ല. രണ്ടാമതായി, യേശുവിൻ്റെ പ്രബോധനത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും ആധികാരികത, യേശുവിൻ്റെ വേർപാടിനെക്കുറിച്ച് യേശു പറഞ്ഞ വാക്കുകൾ. നാലാമതായി, ജീവജലത്തിൻ്റെ ദാതാവായ യേശുവിനെക്കുറിച്ചും. 5, യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും ഇതെല്ലാം കണ്ടിട്ട് അതിനോട് അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ. ഇവ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നിരന്തരം ധ്യാനിച്ച് യേശുവിലുള്ള വിശ്വാസത്തിലേക്കും യഥാർത്ഥ ശിഷ്യത്വത്തിലേക്കും വളരാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.